ബ്രഹ്മചാരി എന്ന വാക്കിൻ്റെ അർത്ഥം, ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ വേദം എന്നാണ്. വേദം ആചരിക്കുക എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ വേദം പഠിക്കുക എന്ന അർത്ഥത്തിലാണ് ബ്രഹ്മചാരി എന്ന പദത്തിന് അർത്ഥം ലഭിക്കുന്നത്. പാശ്ചാത്യ നാട്ടിൽ സെലിബേറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ദ്രിയ സംയമനം ചെയ്തുകൊണ്ട് വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ഒരാളെന്ന അർത്ഥത്തിലാണ്. അതിനേക്കാളും വളരെ അർത്ഥവത്തായ ഒരു പദമാണ് വിദ്യാഭ്യാസ കാലഘട്ടം, വേദ പഠന കാലഘട്ടത്തിൽ വിവാഹം കഴിക്കാതിരിക്കുന്ന കാലഘട്ടമാണ് അതെന്നുള്ളത് കൊണ്ട് അതിനൊരു സെക്കൻഡറി മീനിങ് ആണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ മീനിങ് ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ വേദതത്വത്തിൽ താല്പര്യം വളർത്താനുള്ള പീരീഡ് ആണ് അത്. അതുകൊണ്ടാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അർത്ഥം വെച്ചുകൊണ്ട് സെലിബേറ്റ് എന്ന അർത്ഥത്തിലല്ല, വിവാഹം കഴിക്കാത്തവൻ എന്ന അർത്ഥത്തിലല്ല ബ്രഹ്മചാരി എന്ന പദം ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി 131 ശ്ലോകം. സ്വധർമ്മം സംവിധായൈവ ഗാർഹസ്ഥ്യാദ് വിനിവർത്തയേത് സമ്പൂർണ്ണ ഷഷ്ടിവർഷശ്ചേത് സന്യസേത് സ്വേച്ഛയാ തതഃ. സ്വധർമ്മം തൻ്റെ കർത്തവ്യത്തെ സംവിധായ ഏവ വേണ്ടവണ്ണം ചെയ്തിട്ട്, ഗാർഹസ്ഥ്യാത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിനിവർത്തയേത് വിനിവർത്തിക്കണം, അതിൽ നിന്ന് വിട്ടുപോരണം. സമ്പൂർണ്ണ ഷഷ്ടിവർഷ ചേത് 60 വർഷം തികയുമ്പോൾ, സ്വേച്ഛയ അവനവൻ്റെ ഇച്ഛാനുസരണം, തതഹ അതിൻ്റെ ശേഷം സന്യാസേത് സന്യസിക്കണം എന്നാണ് പറയുന്നത് ഗുരു. ഈ ശ്ലോകം ഒരു പ്രമാണമാണ്. അതായത് നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ ഒരു ഗൃഹസ്ഥൻ എന്ന രീതിയിൽ 60 വർഷത്തിനുള്ളിൽ 60 വയസ്സിനുള്ളിൽ തീരും. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനക്രമം. 24 വയസ്സിൽ ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് പോരുന്ന ആള് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച 25-ാമത്തെ 26-ാമത്തെ വയസ്സിലൊരു കൊച്ചുണ്ടാകുന്നു. ഒരു 55 വയസ്സാകുമ്പോഴേക്കും ആ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കും. ഇനി 5 വർഷം കൂടിയുണ്ട് വേണമെങ്കിൽ. അതും കൂടിയും കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ തന്നെ നമ്മൾ ഗാർഹസ്ഥ്യ ജീവിതവും ഗൃഹത്തിൻ്റെ ഭരണവും അതിൻ്റെ എല്ലാ സ്വേച്ഛാധിപത്യവും ഒക്കെ എടുത്തുകൊണ്ട് വീട് കളയാതെ വീട്ടിലുള്ളവർക്ക് തൊന്തരവ് ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അമിതമായ ഒരു തരം രോഗമായിട്ടാണ് മാറുക ലോകത്തിൽ. അതുകൊണ്ട് നമ്മൾ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇന്നർ റിട്ടയർമെൻ്റ് കൂടിയായിരിക്കണം. നമ്മൾ വിഷയങ്ങളിൽ, ലോക വിഷയങ്ങളിൽ അമിതമായ താല്പര്യം കാണിച്ച് ജീവിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിയുമ്പോൾ മരണം പോലെ തോന്നും നമുക്ക്. പക്ഷേ ആന്തരികമായ സുഖത്തിലേക്ക് തിരിയുന്നതിൻ്റെ ശാന്തി അനുഭവിക്കാത്തത് കൊണ്ടാണ് പലരും പിന്തിരിയാൻ വൈമുഖ്യം കാണിക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ശാസ്ത്രബോധം വളർത്തിയെടുത്തിട്ടുള്ളതുകൊണ്ട് ശാസ്ത്രങ്ങൾ സ്വാധ്യായം ചെയ്യാനും പഠിക്കുവാനും സ്വയമേ കഴിയുന്നത് കൊണ്ടും ഈ സന്യാസാനന്തരവും വിചാരം ചെയ്തുകൊണ്ട്, ആത്മവിചാരം ചെയ്തുകൊണ്ട് ശാസ്ത്രങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുത്തൊക്കെ ജീവിക്കാം. ഒരു സന്യാസിയായിട്ട് മറ്റുള്ളവരെ, ലോകത്തെ കൂടുതൽ ബോധതലത്തിൽ ഉദ്ധരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ സന്യസിച്ച് ഏതെങ്കിലും കുഴിമാടത്തിൽ പോയിട്ട് കിടക്കാനല്ല പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാകുന്ന നിഷ്കാമമായ കർമ്മങ്ങളുണ്ട്, നിർമ്മമമായ കർമ്മങ്ങൾ. സ്വന്തം ബന്ധുക്കൾക്കും രക്തബന്ധത്തിനും മാത്രം ജീവിക്കാതെ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയും. അതുവരെ നമ്മൾ രക്തബന്ധങ്ങൾക്ക് മാത്രം കൂട്ടിവെച്ച് കൊടുക്കും. അവസാനം അവര് ഇതെല്ലാം തൻ്റെ അവകാശമാണെന്ന് കരുതും. അങ്ങനെ കരുതി നമ്മളെയൊക്കെ പരമാവധി ചവിട്ടി താഴ്ത്തും.
അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഈ ജീവിതത്തിൽ ലോകത്ത് പലരും നമ്മളിൽ നിന്ന് പലതരത്തിലുള്ള കരുതലും സഹായവും സേവനവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വരൻ തന്നെ നമ്മളെ നിമിത്തമാക്കിയിട്ട് അത് ചെയ്യാൻ തുനിയുമ്പോൾ നമുക്ക് അത് ചെയ്യാം. ഒരാൾക്ക് കുറച്ച് അറിവ് പകർന്നു കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഒരു ഈശ്വര സേവയാണ്. ആ ഈശ്വര സേവ ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. സ്വധർമ്മം സംവിധായൈവ. സ്വധർമ്മം എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യം നമ്മളുടെ ഒരു സ്വധർമ്മമായിട്ട് ഏറ്റെടുത്ത് അതിൻ്റെ അകത്ത് അതിലെ കർത്തവ്യങ്ങൾ തീർക്കണം. അപ്പോൾ കർത്തവ്യങ്ങൾ തീർക്കാനായിട്ട് മനസ്സുണ്ടെങ്കിലേ തീരുള്ളൂ, അല്ലെങ്കിൽ തീരില്ലത്. അത് തീർത്തതിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിനിവർത്തിക്കണം. അത് ആവശ്യമാണത്. അതല്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളൂ. 60 വയസ്സാകുമ്പോൾ നാം സന്യസിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഒരുപാട് ഗുണമുണ്ടാകും. എത്രയോ എനർജി, ഊർജം, 60 വയസ്സിന് ശേഷമുള്ള ഊർജം വെറുതെ ഇങ്ങനെ കളയുന്നുണ്ട് മനുഷ്യർ. അത് ലോകസേവനത്തിനും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരർത്ഥത്തിൽ ഗുരുവിൻ്റെ ഈ ധർമ്മമൊക്കെ പഠിച്ച് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരെ വീട്ടിൽ ഒരുപാട് ഗുണമുണ്ടാവും, സന്തോഷമുണ്ടാവും, നമുക്കും സന്തോഷമുണ്ടാവും, നമ്മൾക്കും ജീവിതം കൊണ്ടൊരു അർത്ഥമുണ്ടെന്ന് തോന്നും. അതിനൊന്നും ആരും തുനിയുന്നില്ല. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാത്തവെന്നല്ല അർത്ഥം. നമുക്ക് മാനവസേവ, മാധവസേവ എന്ന രീതിയിൽ ഈശ്വരനെ സേവ ചെയ്യുന്നത് എങ്ങനെ? മനുഷ്യന് സേവനം ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് എന്ന് ഗുരു പറയുന്നു. 60 വയസ്സ് തികഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള കാലം സന്യാസം സ്വീകരിക്കാം, പെർമിഷനാണ്.